കൂട്ടുകാരെ, ഷിജൂസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്നത്തെ ഈ പൈനാപ്പിളൊക്കെ ആയിട്ട് നിൽക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് വീഡിയോ എന്നല്ലേ. പൈനാപ്പിൾ കൊണ്ട് പായസം വെക്കാമെന്നാണ് ശരണ്യ പറഞ്ഞത്. അപ്പൊ എല്ലാരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആദ്യമായിട്ടാണ്. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി പറയുന്നു ആദ്യം തന്നെ. കാരണം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി ആ വിലപ്പെട്ട സമയത്ത് ഞങ്ങളുടെ വീഡിയോ കാണുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഒത്തിരി പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് പായസത്തിലോട്ട് പോയേക്കാം. ശരി, അപ്പൊ എല്ലാരും വന്നാൽ നമുക്ക് അടുക്കളയിലോട്ട് പോവാം. നമ്മളെപ്പോഴും അടുക്കളയിൽ തന്നെയല്ലേ, അപ്പൊ അടുക്കളയിലോട്ട് പോയേക്കാം. അതെ, ഓക്കെ, വാ. കൂട്ടുകാരെ, പൈനാപ്പിളും പിടിച്ചോണ്ട് നടന്നു പോകുന്നത് കണ്ട ശരണ്യ, ഞാനിത് തൊലിയൊക്കെ ചെത്തി തരണ്ടേ? ആ, നേരാണ്, പൈനാപ്പിൾ ചെത്താൻ നേരാണ്. അച്ഛനാണ് നല്ലത് വശം. നമുക്ക് അച്ഛനെ കൊണ്ട് ചെയ്യാല്ലേ. അതെന്താണ് ഒരു ചിരി? എന്നാ നമുക്ക് അച്ഛന് തന്നെ പണി കൊടുക്കാം. ശരണ്യ, എന്തായി? നമുക്ക് എവിടം വരെയായി? നമ്മുടെ ചവ്വരി വെള്ളത്തിട്ടാ? ആ, അപ്പൊ ഇങ്ങനെ ഈ നമ്മുടെ ഈ ചവ്വരി ഇനി വീർത്ത് വന്നു വേവിച്ചു വെക്കണം ചവ്വരി ആദ്യം തന്നെ. ഇല്ല, ചക്കാരിയാൻ അച്ഛനെ വിളിക്കാം. ആരാണ്ടും വന്നോ? എന്നാ ഒന്നുകൂടി വിളിച്ചേ. എന്നാ ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ആ, എന്തായി അച്ഛൻ്റെ? ചേച്ചി സാധനം മേടിക്കാൻ വന്നു. ആ, അപ്പൊ സാധനം കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്ന് കുക്കറിനകത്തിട്ട് അടിച്ചെടുത്താലോ? ആ, കുക്കറിലിട്ട് അടിച്ചെടുക്കാം. ആ, അല്ല, കുക്കറിലിടാൻ മാത്രം ഇല്ലല്ലോ. അത് പാത്രത്തിൽ വെച്ചാ മതി. ആ, പാത്രത്തിലിട്ട് വേവിച്ചാ മതി. എനിക്ക് തോന്നി അത് മതിയെന്ന്. ഞാൻ പറഞ്ഞു തന്നെ അല്ല. എനിക്കെല്ലാം അറിയാം കേട്ടോ. പാത്രത്തിട്ട് വേവിക്കാം. ആ, വരട്ടെ, അച്ഛൻ വന്ന നേരത്ത് നമുക്ക് വേവിച്ചേക്കാം. ശരണ്യ, എന്തോ? അല്ലേ, അതൊക്കെ വെന്താ? വെന്തല്ലേ? ആഹാ, നമ്മുടെ അച്ഛൻ്റെ വന്നുണ്ട്. അത് അടിക്കാൻ പറ്റുന്നില്ലല്ലേ. അബദ്ധം പറ്റി. അരിപ്പേ കൂടി വരുന്നില്ല കൂട്ടുകാരെ. എന്നിട്ട് ഇപ്പൊ കോരി മാറ്റുന്നു. ആ, വരും. നമ്മുടെ അച്ഛനെ ഒന്ന് വിളിച്ചേ. അച്ഛന്റെ ഇവിടെ അടുത്തെങ്ങാണ്ട് നിന്നാ വിളി. ആ, വാ, നമുക്ക് പൈനാപ്പിൾ പായസാണ്. അപ്പൊ പൈനാപ്പിൾ എവിടുന്ന? പൈനാപ്പിൾ തീർന്നില്ല. അതിന് പഴുക്കാത്ത ഇരിപ്പുണ്ടായിരുന്നോ? പച്ചയാണോ? പച്ചയാണോ ഇപ്പൊ ചെത്താൻ പറ്റിയത്? പഴുത്തതാണ് അച്ഛാ. പൈനാപ്പിൾ ഇതേ അമ്മ എടുത്തോണ്ട് വരും. അമ്മ, ആ പൈനാപ്പിൾ ഒന്ന് എടുത്ത് കൊടുത്തേ. ഞാൻ ചെത്തണമല്ല. വേണ്ട പൈനാപ്പിൾ. അപ്പൊ ഒരു കാര്യം ചെയ്യും, പ്ലാസ്റ്റിക് ഇത് കുഴപ്പമില്ല. പഴുത്ത പൈനാപ്പിൾ അതെ. എന്നാ അത് ഭാഗത്ത് ഇതിന് വേണ്ടി എന്നാ അത് വേഗം ചെത്തിയെടുക്ക്. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ അച്ഛൻ്റെ ചക്ക ചെത്താൻ തുടങ്ങുന്നു. അച്ഛൻ ഇതെന്താണ്, തലമറിച്ചാണോ ഇത് ചെത്തണത്? എല്ലാം തലതിരിച്ചാണോ ചെത്തണത്? തിരിച്ചു പിടിച്ച് ചെത്തച്ച. ഇതാണോ എളുപ്പം? ആ, നമുക്കിതിനെ പറ്റി അറിയാൻ മേല. ഇതെന്നാണ് എത്തി നോക്കണം ചരഞ്ഞ്? അച്ഛന്റെ തലതിരിവാണോ? രണ്ട് പള്ളി നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം. അച്ഛനൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞ്, അച്ഛനിങ്ങോട്ട് തിരിഞ്ഞ്. ആ, അച്ഛൻ ഇത് ബനിയൻ തിരിച്ചാണ്.
ബനിയൻ പറഞ്ഞു ഞാൻ പറയാ ഇവിടെയൊക്കെ കറക്റ്റാണ്. എങ്ങനെയാണെങ്കിലും വീട്ടിൽ നിൽക്കുകയല്ലേ. എന്നാലും അതെന്നാ അറിയാ ഈ കഴിയിട്ട് അങ്ങനെ എന്നാലും ശരണ്യ പറഞ്ഞ ശരിയാ, തലതിരിവാണെന്ന് പറഞ്ഞപ്പോ ഞാനടുത്ത് ഇതെന്താണ് ശരണ്യ ഒറ്റയടിക്ക് തലതിരിവ് പറഞ്ഞു. എല്ലാം കണ്ടുപിടിക്കാം പിടിക്കുക. അപ്പൊ ഇനി ഒന്ന് തൊലിയൊക്കെ ഒന്ന് ചെത്തി എടുക്കട്ടെ കൂട്ടുകാരെ. ഇത് ചെത്തിട്ട് ഞാൻ ഇത് ബനിയൻ മറിച്ചൊക്കെ ഇടാൻ പോകുന്നുള്ളൂ. അതെ എന്റെ കൂട്ടുകാരെ കാണാത്ത പരിപാടിയൊന്നും ഇല്ല. പാചകം മാത്രമല്ല, ഇങ്ങനെയുള്ള കുറ്റങ്ങളും എല്ലാം കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ല സാധനമാണ് നിൽക്കണം. ശരണേ, ഇത് പിന്നെ പായസം വെക്കണമെന്നല്ലേ പറഞ്ഞത്. ഇത് പായസം വെക്കാനായിട്ട് ഇതുവരെ ഞാനിതൊന്നും പായസം ഒന്നും വെച്ച് കണ്ടിട്ട് പോകില്ല. പിന്നെ ഇത് തന്നെ ആർക്കും അത് നിങ്ങൾക്ക് വെച്ച് തരാന്ന് പറഞ്ഞല്ലേ ചെയ്തിട്ടില്ല. നമുക്ക് കഴിക്കാനായിരിക്കും അല്ലേ പീസാക്കി. അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് നേരാ. അല്ല വേറെ കാര്യമുണ്ട്. അല്ല ശരണ്യ പിന്നെ എന്തിനാ പകുതി മാറ്റി വെക്കാൻ? മുളക് പൊടി ഇട്ട് കഴിക്കാനാണ് പായസം വെച്ചാൽ മതിയാന്ന് ചോദിച്ചു. ശരണ്യയുടെ താല്പര്യം അറിയിട്ടു പായസം വെച്ച നല്ലതായിരിക്കും. ആയിരിക്കുമല്ലോ. ആ ശരണ്യയുടെ ഉറപ്പിന് അല്ല ശരണ്യയുടെ ഉറപ്പായാലും നമ്മൾ ഇത്ര അമ്മ സപ്പോർട്ട് അതായി. അമ്മ സപ്പോർട്ട് ചെയ്യല്ലേ ഞാനുള്ളത് പറയുന്നത്. പായസം കുടിച്ചാല മോശം മോശമാണ്, നല്ലത് നല്ലതെന്ന് പറയും. മോശം നമുക്ക് നമ്മൾ ഇത്ര നാള് വീഡിയോ ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ട് ഇഷ്ടപ്പെടാത്ത നമ്മള് ആ മറ്റേ മുട്ട സുർക്ക അത് അല്ലേ, അത് മാത്രമേ നമ്മള് ഇണക്കിയെങ്കിലും നമുക്കത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ. ഉണ്ടാക്കിയെങ്കിലും അതാണ്. അതെ അതെ അതെ. ശരണ്യ അച്ഛനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നു. അപ്പൊ പിന്നെ പിന്നെ തീർച്ചയായും എന്താണ് അമ്മക്കൊക്കെ എന്തോ സംശയം. ഇതൊന്നും കളയണ്ട. അപ്പൊ ഇതിങ്ങനെ അരിഞ്ഞിട്ടൊക്കെ നമുക്ക് കാണിക്കാം. അപ്പൊ കൂട്ടുകാരോട് പറഞ്ഞ് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് പറഞ്ഞ് ചെറിയ പീസായിട്ട് വെക്കും. അപ്പൊ ഇതൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടൊക്കെ ഇനി കൂട്ടുകാരെ കാണിച്ചാൽ മതിയാ. എന്ത് ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ടൊക്കെ കൂട്ടുകാരെ കാണിച്ചാ പോരെ. ഇത് ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞത് നേരത്തെ പീസാക്കി. അല്ല ഞാനോർത്തേ ഇതിങ്ങനെ മതിയാ മതിയാ. അപ്പൊ ഏതായാലും അച്ഛനും മകളും കൂടി അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്ക് അല്ലേ അമ്മേ. അതെന്താണ് ശരണ്യ തീരെ ചെറിയ പീസാക്കാനാണ് അച്ഛാ പറയുന്നത്. അച്ഛാ നമുക്ക് സെയില് പോകാം അച്ഛാ. അല്ല അച്ഛാ, ചക്ക ശരണ്യ തന്നെ അരിയട്ടെ. ആഹാ, നമ്മുടെ അമ്മക്ക് കൊടുത്ത് എന്നാ എനിക്ക് വേണമെന്ന് പോലും ചോദിച്ചില്ല. നല്ല ഉത്തമയായ ഭാര്യ. ആ ശരി ശരി. അല്ല അച്ഛന് വേണമെന്ന് ചോദിച്ചാ
അല്ല ശരണ്യ അച്ഛന് വേണാൻ ചോദിക്കണ്ടല്ലോ, അച്ഛനല്ലേ അറിയാം. വേറൊരു കാര്യമുണ്ട്. ശരണ്യ ചെയ്ത ഏറ്റവും നല്ല കാര്യം, ഞാൻ തമാശ പറഞ്ഞെന്നേ ഉള്ളൂ, ആദ്യം ഇതുപോലെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ കൊടുക്കണം. അതാണ് ഏറ്റവും നല്ലത്. എനിക്ക് വേണമെന്ന് ചോദിച്ചില്ലേലും അച്ഛനും അമ്മയ്ക്കും കൊടുക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം അല്ലേ? എനിക്ക് ആദ്യം തരും ശരണ്യ. ആ അത് നേരാണ് അമ്മേ. അതിപ്പോ ഇവിടെയല്ല, ഇവിടെ അടുക്കളയിൽ നിന്ന് ശല്യം പണിയാണെങ്കിൽ ഞങ്ങൾ അപ്പുറത്തെ റൂമിലാണെങ്കിലും അവിടെ അറിയാതെ കൊണ്ടുവന്നിട്ട് ഉടനെ തരും. അത് എന്ത് ഇതുവരെ ഈ സമയം വരെ അങ്ങനെയാണ് ശല്യം പോയിട്ടുള്ളത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. പച്ചക്ക അരിഞ്ഞാലും ഷുഗർ മാറട്ടെ എന്ന് പറഞ്ഞ ആ പച്ചക്ക കൊണ്ടുവന്ന് തരും. അത് ഷുഗറിന് കഴിക്കാൻ പറ്റില്ലാത്ത സാധനം വരെ ശല്യം കൊണ്ട് നമുക്ക് ആണോ? എന്തോ ശല്യ ഞാൻ പറഞ്ഞോണ്ട് അവന്ന് ഇച്ചിരി കഴിക്കട്ടെ. അല്ല എല്ലാം കഴിച്ചിട്ടല്ലേ അതെ അതെ. അല്ല വേറൊരു കാര്യമുണ്ട്, അമ്മ അങ്ങനെയാണ്, എന്തുണ്ടെങ്കിലും കൊണ്ട് ആദ്യം ശരണ്യക്ക് കൊടുക്കും. അപ്പൊ ഏതായാലും നിങ്ങൾ രണ്ടുപേരും കൂടി അത് അരിഞ്ഞ് അരച്ചൊക്കെ എടുത്തിട്ടൊക്കെ നമുക്ക് കാണിക്കാം, അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി വലുതായി പോകും. അപ്പൊ കൂട്ടുകാരെ ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട്, കാണിച്ചില്ലല്ലോ. അതെ നേരാണ്. അപ്പൊ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതെ ബാലൻസ് ചെത്തി വെച്ചിട്ടുണ്ട്, അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെത്തി അരിഞ്ഞാലും ഒന്ന് തന്നെ. ആ എന്താണെങ്കിലും ഒന്ന് തന്നെ. ഒന്ന് തന്നെ. ആ. അപ്പൊ നമുക്ക് ഇനി ഇത് ഒന്ന് കുറുക്കിയെടുക്കാം. ഇത് കുറുക്കിയെടുക്കണം. കുറുക്കിയെടുക്കാം. എന്നാ എത്ര വേണമെന്ന് പായസം കുടിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പൊ എല്ലാരും പോലെ തയ്യാറായി ഇരുന്നു എന്റെ പായസം കുടിക്കാൻ. അതെ. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് തീ കത്തിക്കാം. പൈനാപ്പിൾ ശരിയാവണേ. പൈനാപ്പിൾ ശരിയാണോ? പൈനാപ്പിൾ ശരിയാണ്. അത് പൈനാപ്പിൾ നല്ലതായോണ്ടാണ് ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതല്ല പായസം ശരിയാവണേ. ആ എന്നാ അങ്ങനെ പറ. അപ്പൊ അങ്ങനെ ശരണ്യ ആ നേരത്ത് നെയ്യ് കൂടി ഒന്ന് ചൂടാക്കാൻ വെച്ച്. ചൂടാക്കട്ടെ, ഉരുകട്ടെ. വലിയ കുപ്പി ഇരിപ്പുണ്ട്, എടുത്തില്ലേ? അത് ആരും ഉണ്ടാക്കി തീരുന്നു. ആണാ? നമ്മള് ചക്കര കൊണ്ടാക്കി മറന്നുപോയോ? ആ അപ്പൊ ഇനി ഇത് ഒഴിക്കാൻ പോയി. കഴിക്കാൻ പോണം. ശരണ്യ പൈനാപ്പിളൊക്കെ പാത്രത്തിലായിട്ടൊക്കെ ഒഴിച്ച് എന്നിട്ട് ഇതേ ബാലൻസ് കൂടിയൊക്കെ. ശകലം പോലും കളയാൻ പാടില്ല. ആ അത് നേരം, കാരണം പൈനാപ്പിൾ ആയതുകൊണ്ട് അല്ലേ? അല്ല നമ്മള് കഷ്ടപ്പെട്ട് കൊണ്ട് തരുമ്പോ കളയാൻ പാടില്ല. പിന്നെ നമ്മുടെ ബിനിച്ചേട്ടൻ കഷ്ടപ്പെട്ടാണ് കോട്ടയത്ത് നിന്ന് ഇവിടം വരെയൊക്കെ അല്ലേ? ആണ്. നമ്മൾ ചെയ്യുന്ന മോശമല്ലേ? പിന്നെ ഒരു തുള്ളി പോലും കളയരുത്. ആ നമ്മുടെ ശരണ്യ അതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇളക്കി ഇത് കുറുക്കി എടുക്കണം അല്ലേ? ചെറുതായിട്ട് കുറുകത്തുള്ള തോന്നുന്നു. എന്നാടിക്കാണ് ശരണ്യ? എന്റെ മോനെ ഞാൻ നെയ്യ് എടുക്കാൻ നോക്കി, നെയ്യ് പോരുന്നില്ല തവിന്ന്. അത് തിരിച്ച് അതിന്റെ സ്പൂണിന്റെ ഇപ്പുറത്തെ വശം ഇത് കണ്ടാ, ഞാൻ പറഞ്ഞു തരണം ബുദ്ധിയാണ്. നെയ്യ് ഒഴിച്ചു. ആ ഇനി ഒന്ന് ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുക്കാം. അപ്പൊ നമുക്ക് തീ ഒന്ന് കൂട്ടാം. ആ ഇനി ഇതൊന്ന് കുറുകി വരട്ടെ അല്ലേ? കുറുകി വരട്ടെ. ആ ഇങ്ങനെ ഒന്ന് കുറുകി വരട്ടെ. അപ്പൊ കൂട്ടുകാരി എനിക്ക് തേങ്ങയും കൂടെ വേണം. അപ്പൊ നമുക്ക് അമ്മയെ കൊണ്ട് ചെറുപ്പിക്കാം. ആ അമ്മ അമ്മ എന്താ തേങ്ങ തേങ്ങ അരച്ചറിഞ്ഞു? ആ അതിനെന്നാ ഞാൻ തരണ്ടി തരാം. ഞാൻ മറന്നുപോയി. ആഹാ നല്ല പണം അടിക്കുന്നില്ലേ? നല്ല ഒന്നാണ്. അമ്മ തേങ്ങ ചേർന്ന നേരത്തെ ഇതേ കുറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ച പൈനാപ്പിളും കൂടി തീരാൻ പോവാം. ആ അത് കൂടി ഇതിലായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ ചവ്വരി ഇടണ്ടേ ശരണ്യ? അതിപ്പോഴല്ല, ഞാൻ പറയാം. ആ അപ്പൊ ഇനി ഇത് ഇതിൽ കിടന്ന് ഇനി ഒന്നുകൂടി ആകണം. ഇതൊന്നും കൂടെ നമ്മുടെ കഷ്ണം ഇല്ലേ, ആ ഇത് വേഗണ്ടായോ? ആ അത് വേഗണം അല്ലേ? അപ്പൊ നമ്മൾ തീ എല്ലാം കുറച്ചു കൊടുത്തേക്കാം. അപ്പൊ ഇത് വേഗട്ടെ. ആ ഇപ്പൊ ഒരു മണം വന്നില്ല പൈനാപ്പിളിന്. അതെ അതെ നല്ല സ്മെല്ല് വന്നു. തീ കുറച്ച് വെച്ചേക്കാം. അപ്പൊ ഇത് വേഗട്ടെ. ശരണ്യ എന്താണ് പാല് തിളപ്പിക്കണം? പാല് വേറെ വെച്ച് ഞാൻ തിളപ്പിക്കുന്നേ. ആ ആ പാലൊക്കെ ഇങ്ങനെ തിളപ്പിച്ചെടുത്തിട്ടാണോ ഒഴിക്കണത്? പച്ചപ്പാല് നേരിട്ടല്ലേ? അല്ല അല്ല അല്ല, നമ്മൾ കാച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ആഹാ അപ്പൊ നമ്മള് ഈ പേരെപ്പോഴും ചവ്വരി. ഇപ്പൊ പോയേനെ ചവ്വരി. ചവ്വരി ചേർക്കാം. ആ അങ്ങനെ ചവ്വരി ചവ്വരി ഇട്ടത് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ചോദിച്ചോ ശരണ്യ പഞ്ചാര ഇട്ടോന്ന്? ആ ഞാനത് മറന്നുപോയി. ഞാനടുത്ത് ലാസ്റ്റാണ് ഇടണം. അപ്പൊ നമുക്ക് കുറച്ച് പഞ്ചാരയും ഇടാം. ആ അപ്പൊ ഇനി ഇതിലായിട്ട് പഞ്ചസാര കൂടി ഇടുകയാണ്. സാധാരണ കുടഞ്ഞ ഓളെ നമ്മൾ കുടഞ്ഞിടും. ആ പഞ്ചസാരയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ടല്ലേ? ഉടക്കിയിട്ടുണ്ട്. അത് ഓളത്തെ 3-4 ഏലക്ക കിടപ്പുണ്ടായിരുന്നു, അതും കൂടി ഇട്ടേക്കാൻ നോക്കും.
അതേ ഉള്ള ഏലക്ക. അതേ ഉള്ളൂ. ആഹാ, പായസത്തിന് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഏലക്ക വേണം. പക്ഷേ ഏലക്ക വീട്ടിൽ തീർന്നു പോയത് അറിഞ്ഞില്ല. ആഹാ, അത് എന്നോട് പറയണ്ടേ ശരണ്യ. മറന്നു പോയെന്ന്. അപ്പൊ അത് ഏതായാലും എൻ്റെ ഭാഗത്ത് കുറ്റയില്ല. ഇത് കണ്ടോ ഇട്ടു. ഇനി നമ്മള് പാൽ ഒഴിക്കാം. തിളപ്പിച്ച പാലങ്ങോട്ട് ഒഴിച്ചേക്കാം. ഒഴിച്ചേക്കാം. അപ്പം കൂട്ടുകാരെ അങ്ങനെ കണ്ട ഇതിലാട്ട് തിളച്ച പാലെടുത്ത് ഒഴിക്കാൻ പോകുന്നു. തിളച്ച പാലൊക്കെ അതിലാട്ട് ഒഴിച്ച് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല ഇത് വരുന്നില്ലേ? അതെ അതെ, നല്ല ഭംഗിയുണ്ട്, അത് കാണുമ്പോൾ തന്നെ അറിയാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് ചേർക്കണ്ടേ ശരണ്യ? ചേർക്കണം. അതും ചെയ്യണം അല്ലേ? അതും ചേർക്കണം. പിന്നെ നമ്മള് തേങ്ങ തേങ്ങാപ്പാല് ചേർക്കണം. തേങ്ങാപ്പാൽ ചേർക്കണം. ശരണ്യ, എന്തോ ഇതില് ചിലര് ശർക്കര പായസം ഇണക്കാറില്ല. നമ്മക്ക് ഇവിടെ പഞ്ചാരയല്ലേ ഇഷ്ടം. അതുകൊണ്ട് പഞ്ചസാര അത് ഞാൻ ഓർത്ത് നമുക്ക് പാൽ വെച്ച് വെക്കാം. അല്ലെങ്കിൽ ശർക്കര ഇട്ടുമൊക്കെ ഇണക്കുമെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഈ പാലും കൂടെ ഒഴിക്കാം. തേങ്ങാപ്പാല്. അപ്പൊ നമ്മൾ ഇളക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ തീ കുറച്ച് വെച്ചേക്കാം. അതെ, നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർക്കണ്ടായോ? അതെ അതെ. അപ്പൊ നമുക്ക് ചൂടാക്കി ചേർത്തേക്കാം. ഇനി അതിന്റെ ഒരു കുറവ് വേണ്ട. കൂട്ടുകാരെ, അങ്ങനെ അതെ ശരണ്യ അതെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണല്ലേ? അപ്പൊ നെയ്യ് ഒഴിച്ചു. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ അല്ലേ? അതൊന്ന് കാണിച്ചു കൊടുത്തേ. നമ്മൾ എന്തോരാണ് ചേർക്കുന്നത്? നമ്മൾ 2 മുന്തിരിയും ചേർന്ന് കറുത്ത മുന്തിരിയും കേട്ടുണ്ട്, വെള്ള മുന്തിരി. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്കിടാം. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് റെഡിയായി വരട്ടെ. നേരാണ്, നല്ല ഇതുണ്ട്. അപ്പൊ നമുക്ക് ഇട്ടേക്കാം അതിലാട്ട്. ഇട്ടേക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ വറുത്ത് വെച്ച് നമുക്ക് ഇടാം. അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടോണ്ടിരിക്കുന്നു. അടിപൊളി. കണ്ടാ കൂട്ടുകാരെ, അങ്ങനെ അതെ സൂപ്പർ പായസാണ് വരുന്നത് അല്ലേ? അടിപൊളി പായസം കൂട്ടുകാരെ. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളിയാണല്ലോ ശരണ്യ. അപ്പൊ കൂട്ടുകാരെ, നല്ല സ്മെല്ലൊക്കെ വന്നുണ്ടല്ലേ? ഇച്ചിരി ഒന്ന് കാണിച്ചു തരാം. നോക്കട്ടെ. അടിപൊളിയാ, സൂപ്പറാ, സൂപ്പർ പായസം. കൂട്ടുകാരെ, ഞങ്ങൾ പായസം അടിപൊളി പായസം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞങ്ങൾ ഇത് തണുത്ത് കഴിയുമ്പോ ഞങ്ങൾ എല്ലാരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുള്ളൂ. അതുപോലെ ഈ പാത്രം ഒന്ന് കഴുകായിടത്തെ. അതുപോലെ പിന്നെ നമ്മുടെ അച്ഛനും അമ്മയും കൂടെ പാക്കിങ് തിരക്കാതെ ഇപ്പൊ അവരിങ്ങോട്ട് വരാത്തത്. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള സുഖം തന്നെയാണ്, ഞങ്ങൾക്കും സുഖമാണ്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോ വരുന്നവരെ